അതിന്റെ ഭാഗമായിട്ടാണ് ഹജ്ജിന്, ഉംറക്ക്, അതുപോലെ തന്നെ മറ്റു പല സിയാറത്തുകൾ, അതുപോലെ തന്നെ മറ്റുള്ള ടൂറുകളൊക്കെ പോകുന്ന സന്ദർഭത്തിൽ നമ്മുടെ നാടുകളിൽ ഇത്തരത്തിലുള്ളതായ ഒരു പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ വർഷം നമ്മുടെ പിന്നെ മഹല്ലിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള തൊട്ടടുത്ത മഹല്ലുകളിൽ നിന്നിട്ടും പിന്നെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയുടെ ഈ മുൻഭാഗത്തേക്ക് വന്ന് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രത്യേകിച്ച് ഹജ്ജാജമാരുടെ ഹജ്ജിന് പോകുന്ന ആൾക്കാരോട് ഓർമ്മപ്പെടുത്തുന്നത്, എല്ലാവരും അറിയാം, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കമുണ്ടായി, തൂഫാൻ ഉണ്ടായപ്പോൾ കഅബ മുഴുവനും മൊത്തമായി നശിച്ചുപോയി. തിരിച്ചറിയാത്ത രൂപത്തിലായത് കഅബ. അവസാനം ആ കഅബയെ പണിയാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കപ്പെട്ട പ്രവാചകനാണ് ആരി? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബ നിർവഹിച്ചതിന് ശേഷം ആരുടെ മകനാകുന്ന ഇസ്മായിലിന്റെ സഹായത്തോടുകൂടെ കഅബ പൂർത്തിയാക്കിയതിനു ശേഷം, അതിന്റെ പണിയൊക്കെ കഴിച്ചതിന് ശേഷം, ആ കഅബയുടെ പണിയൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള മണ്ണെടുത്തിട്ട് ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് എറിഞ്ഞു. ആ മണ്ണ് വീണ സ്ഥലങ്ങളിലാണ് പള്ളികൾ നിർമ്മിക്കപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ കാണാം. അതുപോലെ തന്നെ അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ജനങ്ങളെ ഹജ്ജിന് വേണ്ടി വിളിക്കാൻ, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക മിൻ കുല്ലി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ ഹജ്ജിൽ പറയുന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹജ്ജിന് വേണ്ടി ജനങ്ങളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അവന്റെ വീട്ടിൽ നിന്നിട്ട് ഹജ്ജിന് പോകാൻ വേണ്ടി ഇറങ്ങി, അവന്റെ വീട്ടിൽ നിന്ന് സ്റ്റെപ്പ് എടുത്ത് പുറത്തു വെക്കുകയാണ്, കാലെടുത്ത് പുറത്തു വെക്കുകയാണ്. ഈ കാലെടുത്ത് വെക്കുന്ന സന്ദർഭത്തിൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഹീന യഖ്റുജു മിൻ ബൈതിഹി ലം യഖുത്ത ഖുത്വതൻ ഇല്ലാ കതബല്ലാഹു ലഹു ബിഹാ ഹസന. ഒരു സ്റ്റെപ്പ് പുറത്തു വെക്കുമ്പോ അല്ലാഹു തആലയുടെ കിതാബിൽ ഒരു നന്മ എഴുതി വെക്കുന്നു, ഒരു നന്മ അല്ലാഹു തആല എഴുതി വെക്കുന്നു. നേരെ മറിച്ച് ആ ഉയർത്തിയതായ സ്റ്റെപ്പ് താഴെ വെക്കുമ്പോ അവന്റെ ജീവിതത്തിൽ അറിയാതെ വന്നുപോയ തെറ്റുകൾ അല്ലാഹു തആല മായ്ച്ചു കളയുന്നു. ഓരോ സ്റ്റെപ്പുകൾ, എത്ര സ്റ്റെപ്പുകളാണ് ഹജ്ജിന് അവർ പോകുന്നത്, അവൻ ചുവട്ടിൽ വെക്കുന്നത്, അതിന്റെ എണ്ണം അനുസരിച്ചിട്ട് അവന്റെ സ്റ്റെപ്പ്, പിന്നെ പദവികൾ, അവന്റെ നന്മകൾ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുന്നു, അവന്റെ തെറ്റുകൾ അല്ലാഹു തആല മായ്ച്ചു കൊടുക്കുന്നു. പരിശുദ്ധമായ പിന്നെ മക്കയുടെ അതിർത്തി വരെ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോകുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ബാക്കിൽ വന്നു ആരി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, യാ ഉഖയ്യ ലാ തൻസാനാ ഫീ ദുആഇ, നിന്റെ ദുആയിൽ ഞങ്ങളെ മറന്നു പോകരുത്. നിന്റെ ദുആയിൽ ഉമർ ഇബ്നുൽ ഖത്താബിനോട് ആരാണ് പറയുന്നത്? അഷ്റഫുൽ ഖൽഖാണ് പറയുന്നത്, നബി തങ്ങൾ. എന്താക്കരുത്? നിന്റെ ദുആയിൽ ഞങ്ങളെ മറന്നു പോകരുത്. മാത്രമല്ല, പ്രത്യേകിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഉമറേ, നീ നല്ല ശക്തിയുള്ള ആളാണ്, നീ നല്ല ആരോഗ്യമുള്ള ആളാണ്, അതുകൊണ്ട് നീ പരിശുദ്ധമായ കഅബയിൽ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിലും അല്ലാത്ത സന്ദർഭത്തിലും ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടിയിട്ട് പോകുന്ന സന്ദർഭത്തിൽ ബാക്കിയുള്ള പാവപ്പെട്ട ജനങ്ങള്, ബലമില്ലാത്ത രോഗികളായ തളർന്നു കിടക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും, അവര് നിന്റെ കാരണം കൊണ്ട് ഇടങ്ങേറായി പോകരുത്. നീ ശക്തിയുള്ളവനാണ്, ആരോഗ്യമുള്ളവനാണ്. ഹജ്ജി ಪೂರ್ಣಗಳೇ അങ്ങനെ ഒരു സ്വാഗതാക്കി കടത്തുന്നു ചൊല്ലതൊന്നു കുഞ്ഞാനൊരു ഓയിവില്ലാസ വസ്താത് കൂടെ നോക്കി ഓർമ്മയാക്കിയിട്ട് അതുകൊണ്ടിട്ട് ഞങ്ങളെ ജമാഅത്ത് കൊല്ലപ്പെട്ടങ്ങ ഒരു 3 ഫാമിലി, ഞങ്ങളെ സത്കാർ കാതിരാക്ക, അങ്ങനെ PH ഇസ്മായിലാജി, അതേപോലെ ഞങ്ങളെ പ്രിൻസിപ്പൽ സാർ, ഇങ്ങൊരു 3-4 ഞങ്ങൾ ജമാഅത്ത് ഫാമിലിയോട് കൂടും. അതോട് കൂടെ ഞങ്ങളെ ജമാഅത്തിಗೆ ಒಳಪಟ್ಟ ಮುನ್ನೋಲು ഞങ്ങളെ സെയ്തലാക്കാൻ പറ്റിയ അതിൽ മോൻ്റെ ഫാമിലിയും അങ്ങ് ഹജ്ജി പോണ്ട് ഇതിൽ കാര്യക്രമത്തിലുള്ളതാണ്. അതേപോലെ ഞങ്ങളുടെ നാസിറാക്ക ഞങ്ങളെ ബിരിയാണി പാലസിൽ, അതേപോലെ UK ഹാജി ഞങ്ങളെ പട്ടണക്ക മുഹമ്മദാക്ക, അതേപോലെ ಇನ್ನೊರು റിയാസ് ജില്ലൊരു ബാലക്കാരവിടെ UK BK അവിടെ BK അല്ലേ കോംപ്ലക്സ് BNK അതിൽ ഫ്ലാറ്റിലുണ്ടായി. അതിൽ കിഡ്നി പേഷ്യൻറ്റ് അതിലും ഈ കുറി പൂണ്ടു അത് പാണമുറങ്ങ
അങ്ങ് കൂടെ വന്നിട്ട് ഇവിടെ സെറ്റിലായിട്ടാണ് ഇവിടെ. അതിൽ കിഡ്നി ചില പ്രോബ്ലം ആയിട്ട് അതിന് ഇതായിട്ട് ഒരു ഇന്ന് വേറെ എവിടെ അതിൽ മൂത്തുള്ള ഒരു കാര്യക്രമത്തിക്ക് കേരളത്തിൽ പോയിട്ട് അങ്ങനെയായിട്ട് ഞങ്ങൾ എല്ലാവരും ഒട്ട് കൂടിയിട്ട് ഒരു സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് ഒരു ബിൽകൊടിക്ക് ഒരു സമാരംഭം ആക്കുക ചെന്നിട്ട് വസ്താദ് കേട്ടേക്ക് വസ്താദ് ആവശ്യമുണ്ട് ನನ್ನ ಕಮ್ಯುನಿಟಿಗವರು ಅದ್ರ ಸಂದೋಲದಲ್ಲಿ ಒಪ್ಪಿಕೊಂಡಾರೆ. അതേപോലെ ഞങ്ങൾ ഉണ്ട് ಅದಕ್ಕೆ ಬೇರೆ ಒಂದು ಕಾರ್ಯಕ್ರಮ ಚೋರಿಗೆಯನ್ನು ಆಗಿದ್ಲ ಎಲ್ಲ ಬಿಟ್ಟು ಅವನು ಕೂಡ ಇದು ಮಾತ್ರ ಹೊಸಾದ್ರೆ ಅವರು ದುವತ್ತದು ಅದು ನೀವು ಒಪ್ಕೊಂಡು ಅವ್ರ ಮಾರ್ಗದರ್ಶನ ನೀವು ಕಾಟಿಟ್ಟು അതേപോലെ ഹജ്ജി പൊണ്ണങ്ങോട്ട് ഞങ്ങളോട് ചേർത്തിದ್ರೆ ചെന്നെങ്കിൽ ഹജ്ജി പൊണ്ണങ്ങ എല്ലാവരും അതിനത്തിൽ ഓർമ്മയൊക്കെയുണ്ട് ഞങ്ങളുടെ ഞങ്ങളെ റായത്ത് ഞങ്ങളെ കമ്മിറ്റി ഞങ്ങളെ ജമാഅത്ത് ഞങ്ങളെ മുടവിത്തിരി റായത്ത് ഞങ്ങളെ റായത്തിന് വേണ്ടിയിട്ട് ഒരു സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ഞങ്ങളെ എല്ലാ ഒരു പിൽസത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു സന്തോഷത്തിൽ ഞങ്ങളെ റായത്തത്തെ ഒരു ചന്ത ആക്കണം ചെന്നിട്ട് നിങ്ങൾ പ്രത്യേക പക്കവും അവിടെ പുണ്യക്ഷേത്രത്തിൽ നിങ്ങൾ എവിടെയെല്ലാം പോകണ്ടാറ് മദീനത്ത് പോകണ്ടാറ് പിന്നെ കാബത്ത് പോകണ്ടാറ് മദീന പക്കത്തെ പള്ളിയിൽ പോകണ്ടാറ് ഇങ്ങനെ പോയ അവിടെ എല്ലാവരും ഞങ്ങളെ ഓർമ്മയാക്കിയിട്ട് ഞങ്ങളെ തെല്ലി നെനപ്പാക്കിയിട്ട് നിങ്ങൾ അവിടെ മദീനത്ത് പോയി മുത്തു റസൂലിന്റെ റൗള ഷരീഫ് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹി എന്നിട്ട് ഞങ്ങളെ ജമാഅത്തിന്റെ പരമായിട്ടും കമ്മിറ്റിയുടെ പരമായിട്ടും ഞങ്ങളെ മൂടുകുതിയുടെ റായത്തിന്റെ പരമായിട്ടും നിങ്ങൾ ഒരു സലാം നബിയുടെ അവിടെ റൗള ഷരീഫ് നിങ്ങൾ ചൊല്ലണമുണ്ട് നാന്റെ ഒരു വിഷയത്തോട് കൂടെ ഞാൻ ചന്തത്തിൽ നിങ്ങൾ കൊണ്ട് പുറത്തായിട്ട് നിങ്ങൾ ഫാമിലിയോട് കൂടെ പുറത്തായിട്ട് അതേപോലെ അവിടെ പോയിട്ട് യാതൊരു തൊന്തരയില്ലാണ്ട് നിങ്ങൾ ചന്തത്തിൽ നിങ്ങൾ ഹജ്ജെല്ലാം ആയിട്ട് മടങ്ങിയിട്ട് ഞങ്ങളെ കണ്ണുങ്ങൾ സന്തോഷത്തിൽ നിങ്ങളെ കാണുവാൻ ചെന്നിട്ട് പടച്ചോ ആവതാകട്ട് ചെന്നിട്ട് തന്നെ ഈ രണ്ട് പലക്കം തന്നെ ചെന്നിട്ട് തന്നെ ഇപ്പാട്ട് ببركة بسم الله الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد ഒരു രണ്ട് വാക്ക് പറയാൻ ഇൻഷാല്ലാഹ് നമ്മുടെ ആത്മീയ ചങ്ങായി ബഹുമാനപ്പെട്ട സദഖത്തുൽ വസീറിന്റെ വളരെ സ്നേഹം അൽഹംദുലില്ലാ എല്ലാ സ്തുതി ഞങ്ങൾ പഠിച്ചതായ അല്ലാഹുവായിട്ടിക്കട് നിങ്ങളെല്ലാവരും ദുആ ബറക്കത്ത് കൊണ്ടിട്ടു ഡാക ഈ ജമാഅത്തിലെ കുറേ ആള് ഞാൻ ഇങ്ങനെ ഇതിനെ കണ്ടും ಬೇರೆ ആൾ ഇന്നാറ് ഞങ്ങൾ ട്രെയിനിങ് പോയപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇസ്ലാമിടെ 5 പഞ്ചകാര്യത്തിൽ ഒന്നായ ഹജ്ജ് യാത്രയ്ക്ക് പോകണ്ടോ ഒരു തൗഫീഖിടോ അല്ലാഹു താല നമുക്ക് എല്ലാവർക്കും എത്തുപാട്ട് തന്നിര കൂടെ ഇന്നങ്ങോട്ട് ഞങ്ങൾ എത്തുപാട്ട് തന്നിര ಅದಕ್ಕಾയിട്ട് ನಾನು പ്രത്യേകമായിട്ട് ಇನ್ನೋರ್ಬೆಟ್ಟ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ಅಲ್ಲಾಹು ತಾಲಾಗೆ ಇನ್ನೋರ್ಕ ನಾನು ಅದರ ಬಗ್ಗೆ ನಾನು ಸ್ತುತಿಸಿಕೊಳ್ಳೆ ഞങ്ങൾ ഈ ഹജ്ജ് യാത്ര ചൊല്ലത് ഒരു യാത്ര മാത്ര അല്ല അതൊരു പവിത്രമായ ഒരു കാര്യ ചെന്നതിലോ ഞങ്ങൾക്ക് ಭಾರಿ ಚಂದ ഒരു ಪಲಕತ್ತ ಮೂಲಕ ഞങ്ങളോ വസ്താത് ഇവിടെ ഞങ്ങൾക്ക് മേന്മായ പോലെ ഞങ്ങൾക്ക് ചിന്തതിന് ഈ എല്ലാ വിഷയത്തും ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഈ മുന്നോട്ട് ഇന്നാங்க ഞങ്ങൾ ഒരു 2-3 ട്രെയിനിങ്ങും പോയിടാം ഇബ്രാഹിം നബി കാലത്തിൽ പിന്നെത്തത് അതിൽ പിന്നെ എന്തെല്ലാം അതിന് ഹിസ്റ്ററി ഉണ്ട് ഞങ്ങൾ ആക്കണ എന്തൊരു കർമ്മ ഉണ്ട് അതെല്ലാത്തും ഞങ്ങൾക്ക് ഭാരി മനതട്ട അവിടെ പോലെ ഉസ്താദ് ഞങ്ങൾ ചെന്നര് ಖಂಡಿತವಾയിട്ട് ഈ ജമാഅത്തിലോ ഉണ്ട് ಒಂದು ಅವಿಸ್ಮರಣೀಯವಾದ ഒരു ಬೀಳ್ಕೊಡುಗೆ ಸಮಾರಂಭ ಈ ಜಮಾತ್ ನಂಗೆ ಹಾಕಿರಾರು ಇದು ಈಗಂತ ನಾನು ಕಾರ್ಯಕ್ರಮ ನಾನು ಚೆಮ್ಮೆ ನಾನು ಕೊಂಡೆ ಐ ಥಿಂಕ್ ನಂದು ಲೈಫ್ಲು ಎಪ್ಪಳು ಮರಕಾತ ಬಂದು ഒരു ಕಾರ್ಯಕ್ರಮ ആയിട്ട് ಇಂದು ನೀವು ಇದು ಹಾಕಿರ ನಾನು ಎಪ್ಪಳು ಇದು ಮರಕಲ್ಲೇ ಖಂಡಿತವಾയിട്ട് ನಾನು ಉಂಡುಕೊಂಡು ಎಲ್ಲರ ಪರವಾയിട്ട് ನಾನು ചെന്നോണ്ടില്ല നിങ്ങൾ ಇಂದು ಹಾಕಿയ പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് തിരിച്ച് ബണ്ടോട് തോന്നി ഞങ്ങൾ പ്രതി ഒരു ക്ഷണം നിമിഷം നിങ്ങൾ എന്തിനോ ഞങ്ങളോട്ട് വസിയത്താക്കിയാല് അത് ಖಂಡಿತವಾയിട്ട് ഇൻഷാ അല്ലാഹ്
ಅದಕ್ಕೆ ನಿಯೋಗು നിങ്ങൾ എല്ലാത്തിലും ഈ ജമാഅത്തിൽ എല്ലാ വിധത്തിലും ഖൈറാവട്ടെ ചെന്നിട്ട് ഞങ്ങൾ എല്ലാ പ്രതി നിമിഷ പ്രതി ക്ഷണത്തിലും ಅದರ ദുആ ആക്കടാൻ ചെല്ലോರು വസിയത്ത് നാനോ ചെല്ലെ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ കാബാലയത്തിലും പോയിട്ട് അറഫാത്തിൽ പോയിട്ട് ഞങ്ങൾ ആക്കിയ എല്ലാത്തും ഞങ്ങൾ ക്ഷമയാക്കും ചെല്ലോರು വിഷയത്തിൽ ഉള്ളത് അറഫ മൈതാനത്തിലും അതല്ലാത്ത മദീനത്തിലും നബിയുടെ റൗള ഷരീഫിന്റെ എതിരിലും നിങ്ങളെല്ലാവരും ഓർമ്മയാക്കിയിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ എല്ലാവരും നിങ്ങൾ എന്തിനോ മനസ്സിൽ വിചാരിച്ചത് എന്തിനോ വിചാരിച്ചത് എല്ലാം അല്ലാഹു തആല ഖൈറലാക്കട്ടെ ചെന്നിട്ട് الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. لم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله